ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമകളും ആഘോഷിച്ചിട്ടുള്ള സിനിമകളും ഒക്കെ സൂപ്പർ ഡൂപ്പർ ഹിറ്റാണ്. അദ്ദേഹം ജാസി ഗിഫ്റ്റ് അല്ല, മ്യൂസിക് ഗിഫ്റ്റാണ്. ഞാൻ ആടുജീവിതം കഴിഞ്ഞ് നേരെ ജോയിൻ ചെയ്ത സിനിമയാണ്. ഞാൻ സിനിമയിൽ തുടങ്ങുന്നതും ജയരാജേട്ടൻ്റെ അസിസ്റ്റൻ്റായിട്ടാണ്. സിനിമ പഠിക്കുന്നത് പുള്ളിയുടെ അടുത്തു നിന്നാണ്. പല കോളേജുകളിലും ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ക്ഷണം ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും വരാൻ കഴിഞ്ഞതും ഭാഗ്യമാണെന്ന് കരുതുന്നതും സെൻറ് ആൽബർട്ട്സ് കോളേജാണ്. അതിൻ്റെ കാരണം എന്താ അറിയാം? ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമകളും ആഘോഷിച്ചിട്ടുള്ള സിനിമകളും ഒക്കെ സൂപ്പർ ഡൂപ്പർ ഹിറ്റാണ്. എൻ്റെ അനുഭവത്തിൽ എൻ്റെ ഫോർ ദ പീപ്പിൾ പോലുള്ള സിനിമകൾ ഞാനിവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒട്ടുമിക്ക സിനിമകളുടെ പ്രൊമോഷണൽ പ്രോഗ്രാമുമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പറഞ്ഞപ്പോൾ ശാന്തമി രാത്രിയിൽ 1990 ജോണി വാക്കർ എന്ന സിനിമ കണ്ടിട്ടുള്ള ആരൊക്കെ ഉണ്ടോ ഇവിടെ? ഇല്ല. 90 ഉണ്ടോ? യെസ്. ഇവിടുത്തെ ടീച്ചേഴ്സ്, ഇവിടുത്തെ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള കുറച്ചു പേര് കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇന്നും നിങ്ങളിലൂടെ ശാന്തമി രാത്രിയിൽ എന്ന പാട്ട് നിലനിൽക്കുന്നു. അതിപ്പോഴും കുട്ടികളുടെ ഹരമായി മാറിയിരിക്കുന്നു. ആ പാട്ട് ഒരു തരംഗമായി നിങ്ങളുടെ മനസ്സിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഹാറ്റ്സ് ഓഫ് ടു ഗിരീഷ് പുത്തഞ്ചേരി, SP വെങ്കടേഷ് ആൻഡ് ഓൾ. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ സിനിമയുടെ സ്വഭാവം മനസ്സിലായിട്ടുണ്ടാവും. ശാന്തമി രാത്രിയിൽ, ഒരു ക്രിസ്മസ് രാത്രിയിൽ, ഒരു പ്രണയകഥയുടെ അവസാന ഭാഗം എത്തി നിൽക്കുമ്പോൾ ഈ ശാന്തമി രാത്രി നിങ്ങളുടെ ഒരു അനുഭവമായി മാറുകയാണ്. ഈ ചിത്രത്തിൽ ഇതിൻ്റെ പകുതി ഭാഗം ചിത്രീകരിച്ചിട്ടുള്ള UK-യിലാണ്. അവിടെ വെച്ച് ഇവിടെ നിന്ന് വിദേശ പഠനത്തിന് വേണ്ടി പോയി അവിടെ വിദ്യാഭ്യാസം നടത്തുന്ന ഒട്ടനവധി പുതുമുഖങ്ങളെ ഞാൻ അവിടെ വെച്ച് കണ്ടെത്തുകയും അവർ ഈ ചിത്രത്തിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരിന്ന് നിങ്ങളുടെ മുന്നിൽ എത്തുന്നുണ്ട്. അതുപോലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഗുരുനാഥൻ്റെ മകൻ സിദ്ധാർത്ഥ് ഇന്ന് മലയാള സിനിമയുടെ അഭിമാനമായി ഓരോ സിനിമയും, ഒരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ അത് മികച്ചതാണെന്ന് തോന്നുന്ന സമയത്ത് അടുത്ത സിനിമയിൽ അഭിനയിച്ച് അതിനേക്കാൾ മികച്ചതായി മാറും. അത് മികച്ച സംവിധായകനാണോ മികച്ച ആക്ടറാണോ എന്നുള്ള സംശയം അദ്ദേഹം എപ്പോഴും വെച്ച് പുലർത്തുന്നു. ഞാൻ പറഞ്ഞത് രണ്ടും വേണം. രണ്ടും ഒരു സിനിമയുടെ ഭാഗമാണ്. കാരണം ആ വീട്ടിൽ ലോകത്തിലെ തന്നെ മികച്ച നടി ആണ് അദ്ദേഹത്തിൻ്റെ അമ്മ. ലോകത്തിലെ തന്നെ മികച്ച സംവിധായകനാണ് അച്ഛൻ. അപ്പോൾ ആ മകൻ അഭിനയിക്കുകയും സംവിധാനം ചെയ്യുകയും വേണം. ഈ ചിത്രത്തിലും സിദ്ധാർത്ഥ് മനോഹരമായ പ്രകടനം കാഴ്ചവെക്കുന്നു. എനിക്കെടുത്തു പറയാനുള്ള ഒരു കാര്യം, 2004 കേരളക്കരയാകെ, കേരളത്തിലെ തിയേറ്ററിൽ നൃത്തം ചെയ്ത ഒരു ഗാനം, ഒരുപക്ഷെ അതിനുശേഷം ഒരു ചിത്രത്തിലെ ഗാനവും അതുപോലെ തിയേറ്ററിൽ ഇളക്കിയിട്ടില്ല, നൃത്തം ചെയ്യിച്ചിട്ടില്ല. മലയാളത്തിൻ്റെ ആ മാന്ത്രിക സംവിധായകൻ, സംഗീത സംവിധായകൻ ജാസി ഗിഫ്റ്റ്, പേര് പോലെ തന്നെ അദ്ദേഹം ജാസി ഗിഫ്റ്റ് അല്ല, മ്യൂസിക് ഗിഫ്റ്റാണ്. സംഗീതത്തിൻ്റെ സമ്മാനം, മലയാളികൾക്കുള്ള സംഗീത സമ്മാനമാണ് ജാസി ഗിഫ്റ്റ്. അപ്പൊ ജാനും ജാസിയും കൂടെ വീണ്ടും ഒന്നിക്കുന്നു ശാന്തമി രാത്രിയിൽ. ഫോർ ദ പീപ്പിൾ സെൻസേഷനായി ഇന്നും നിലനിൽക്കുന്നു. നിങ്ങളുടെ കോളേജ് പ്രോഗ്രാമിനോ അല്ലെങ്കിൽ മറ്റെവിടെ മലയാളികൾ ആഘോഷിക്കുമ്പോഴും അവസാന ഗാനമായി തിരഞ്ഞെടുക്കുന്നത് ലജ്ജാവതി ആയിരിക്കും. അത് ഓർത്ത് നോക്കി, 20 വർഷമായി, 20 വർഷത്തിന് ശേഷം ഒരു ഗാനം നിങ്ങളെ ത്രസിപ്പിക്കുന്നു, ത്രില്ലടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സംഗീത സംവിധായകൻ ലോകത്തിൽ തന്നെ അപൂർവമായിരിക്കും. അതാണ് ജാസി ഗിഫ്റ്റ്. കുട്ടികൾ ചെയ്യാൻ പാടില്ലാത്തതാണെന്നാൽ ചെയ്യാവുന്നതാണ്. ഒരു പബ്ബിൽ നിന്ന് തുടങ്ങി അനവധി പബ്ബുകളിലൂടെ യാത്ര ചെയ്ത് നേരം വെളുക്കുന്നത് വരെ ഉന്മാദത്തിന്റെ ലഹരിയുടെ ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തി പ്രഭാതം കാണുന്ന കാഴ്ചയാണ് ഈ പബ് ക്രോളിംഗ്.
അതൊരു ഗാനത്തിലൂടെ ഈ സിനിമയിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു. അതുപോലെ ഏറ്റവും പുതിയ യുവാക്കളുടെ പുതിയ തരം മ്യൂസിക് സെൻസേഷണൽ റിതം അല്ലെങ്കിൽ പാറ്റേൺ ജാസയിലൂടെ ഈ ശാന്തമി രാത്രിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. തീർച്ചയായും ഈ സിനിമ നിങ്ങൾ ഒരു മഹാവിജയമാക്കി തരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അപേക്ഷയോടു കൂടി ഞാൻ നിർത്തുന്നു. ആക്ച്വലി ശാന്തമി രാത്രി എന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ ആടുജീവിതം കഴിഞ്ഞ് നേരെ ജോയിൻ ചെയ്ത സിനിമയാണ്. എന്നെ സംബന്ധിച്ച് ആടുജീവിതം കഴിഞ്ഞിട്ട് ഒരു സ്കൂളിൽ നിന്ന് ഒരു കൈൻഡ് ഓഫ് ഡയറക്ടിങ്ങിൽ നിന്ന് ഞാൻ വേറൊരു കൈൻഡ് ഓഫ് ഡയറക്ടിങ്ങിലേക്ക്, അതും സാറിനെ പോലെയുള്ള, ഞാൻ ചെറുപ്പം മുതലേ സാറിന്റെ സിനിമകൾ കണ്ടു വളർന്ന ഒരു വ്യക്തിയാണ്. ആളുടെ ഡയറക്ഷനിൽ, ഇപ്പൊ നേരത്തെ സിദ്ധാർത്ഥയുടെ പറഞ്ഞ പോലെ ആളുടെ കമാൻഡിന് ആക്ഷനും കട്ടിനും അഭിനയിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഒരു ന്യൂ കമർ എന്നുള്ള രീതിയിൽ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു വൺ എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു സർ ഫോർ കോളിംഗ് മീ ആസ് എൻ ആക്ടർ ആൻഡ് താങ്ക് യു സെന്റ് ആൽബർട്ട്. ഇത്ര എനർജി, ഇത്ര പാക്ഡ് ആയിട്ട് ഇവിടെ എല്ലാവരും ഇവിടെ ഇതിന്റെ മുകളിൽ വരെ ആൾക്കാർ നമ്മളെ നോക്കി നിൽക്കുന്നുണ്ട്. സോ എവ്രിവൺ, നിങ്ങളെല്ലാവരും തരുന്ന എനർജി, നിങ്ങളെല്ലാവരും തരുന്ന സപ്പോർട്ട്, ദാറ്റ് മേക്സ് us alive. നമ്മളെ അലൈവ് ആക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ സാധനങ്ങളും അതാണ്. സോ താങ്ക് യു സെന്റ് ആൽബർട്ട്സ്. നമ്മുടെ സിനിമ കാണുക, നമ്മുടെ സിനിമ സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ഇറ്റ്സ് എ ലവ് സ്റ്റോറി. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പ്രേമം അഭിനയിക്കുന്നത്. അതൊന്നോ എങ്ങനെയാണത് വർക്കൗട്ട് ആവാന്ന് നിങ്ങളെല്ലാവരും അത് കണ്ടിട്ട് അഭിപ്രായം പറയാം. സിനിമ എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു സ്വപ്നമായിരുന്നു. അത് കുറെ കാലം കൊച്ചിയിലും എറണാകുളത്തൊക്കെ ഇങ്ങനെ പെൻഡിങ്ങിൽ നടന്നു, ഒന്നും നടക്കില്ല എന്ന് ഉറപ്പായിട്ട് യു കെയിലേക്ക് വണ്ടി കയറി. അങ്ങനെ യു കെയിൽ താങ്ക് യു സോ മച്ച് ജയരാജാരുടെ ഒരു ഓഡിഷന് പോയി. അങ്ങനെയാണ് ഇത് ശാന്തമി രാത്രിയിൽ അഭിനയിച്ചു. ഇന്ന് ഇത് അതേപോലെ നടക്കുന്നു. സെന്റ് ആൽബർട്ട്സ് കോളേജ് ഇതാണെന്ന് പറഞ്ഞ ആ സെന്റ് ആൽബർട്ട്സ് കോളേജിൽ ഞാൻ ഇവിടെ സ്റ്റേജിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ പഠിച്ചവരുണ്ട്, പഠിച്ച നാടുകളൊക്കെ കാണുന്നുണ്ടാവും. എക്സാക്ട്ലി. സോ താങ്ക് യു സോ മച്ച്. സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ അഗൈൻ ലവ് സ്റ്റോറിയാണ്. പിന്നെ നമുക്കൊക്കെ അറിയുന്നതാണ്, ലവ് എന്ന് പറയുന്നത് ഒരു വികാരമാണല്ലോ. അപ്പൊ അത് ഉള്ളിൽ നിന്ന് വരണമല്ലോ. പിന്നെ സാറുള്ളതുകൊണ്ട് തന്നെ മാക്സിമം ഞങ്ങളത് ഉള്ളിൽ നിന്ന് വന്നിട്ടുണ്ട്. എൻ്റെ പേര് അഭിനത്ത്. ഞാൻ ആദ്യമായിട്ട് ആണ് ഇതുപോലത്തെ ഒരു സ്റ്റേജിൽ സംസാരിക്കുന്നത്. അതിൻ്റെതായ ഒരു ചെറിയ ടെൻഷൻ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ അഭിനയിക്കുന്നത് ഒരു നാട്ടിൻപുറത്തുകാരനായ ഒരു കൃഷിക്കാരന്റെ മകനായിട്ടാണ്. അപ്പോ ആ ഒരു നാട്ടിൻപുറത്തുകാരന്റെ പ്രണയവും പിന്നെ ഒരു സൗഹൃദവും ഒക്കെയാണ് ഇതിനകത്തുള്ളത്. ശാന്തമി രാത്രിയിലെ പ്രൊമോഷന് ആ പടം എനിക്ക് തന്ന ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു. ഞാൻ സിനിമയിൽ തുടങ്ങുന്നത് ജയരാജേട്ടൻ്റെ അസിസ്റ്റന്റ് ആയിട്ടാണ്. സിനിമ പഠിക്കുന്നത് പുള്ളിയുടെ അടുത്തു നിന്നാണ്. പിന്നെ ഇങ്ങനെ ഞാൻ അവിടുന്ന് ഒഴുകിപ്പോയി, കുറെ സിനിമ ചെയ്തു, അഭിനയിച്ചു. തിരിച്ച് ഒരു 10-20 കൊല്ലത്തിന് ശേഷം പുള്ളിയുടെ എന്നെ എടുത്തു വന്ന് അഭിനയത്തിൽ, അതായത് പുള്ളിയുടെ കമാൻഡിൽ അഭിനയിക്കാൻ പറ്റുന്നത്. ഞാൻ പുള്ളിയെ കമാൻഡ് ചെയ്യണം കേട്ടിട്ടുണ്ട്, സൈഡിൽ ഇരുന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തായിരുന്നു. പക്ഷെ ഇതിൽ നടനായിട്ട് പുള്ളിയുടെ ആക്ഷൻ കട്ടിന് നമ്മൾ റെസ്പോണ്ട് ചെയ്യുമ്പോൾ അത് പേഴ്സണലി ഭയങ്കരമായിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ വരുന്നതാണ്. അതായത് നിങ്ങൾക്കത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയണമെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഇവിടുത്തെ കെമിസ്ട്രിയോ ഫിസിക്സോ എല്ലാം അത്തരം സബ്ജക്ട്സിൽ നിങ്ങൾ പഠിപ്പിക്കുന്ന ഒരു മാഷുണ്ടാവും. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നത്, അല്ലെങ്കിൽ നിങ്ങളായിട്ട് വളരെ നന്നായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന മാഷ് ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളെ ഏറ്റവും വലിയ അതിലൊരു മെയിൻ അസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ കൂടെ വർക്ക് ചെയ്യണം. ആൻഡ് യു ആർ ഓൾസോ ഗെറ്റിംഗ് സം നോളജ് വൈൽ ഡൂയിങ് ദിസ് പ്രോസസ്. ആൻഡ് അതൊരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് തരില്ല നിങ്ങൾ നിങ്ങളുടെ മാഷിന്റെ കൂടെ വർക്ക് ചെയ്ത് ഉണ്ടാക്കിയത്. എക്സാക്ട്ലി ദ സെയിം ഐ എം ട്രൈങ് ടു സേ. സോ ശാന്തമി രാത്രിയിൽ ഒരു ലവ് സ്റ്റോറിയാണ്. അപ്പൊ ലവ് സ്റ്റോറി ആകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കണക്ട് ആവേണ്ടതാണ്.